നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥിയായി നമ്മളോടൊപ്പം ഉള്ളത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേലാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് പോകുന്നത് കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേലുണ്ട്. നമസ്കാരം ശ്രീ കുര്യാച്ചൻ. നമസ്കാരം. അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് മലയോര മേഖലയാണ്. ഫോറസ്റ്റ് അതിർത്തി പങ്കിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം ഊന്നൽ നൽകുന്ന വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്? അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ഒരു കാർഷിക സംസ്കൃതി വേറുന്ന പഞ്ചായത്താണ്. ഇത് ഒരു മലയോര പഞ്ചായത്താണ്. ഇവിടെയുള്ള ജനങ്ങളിൽ 80% ആൾക്കാരും കൃഷി ഉപജീവന മാർഗമായിട്ട് ജീവിച്ചു വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നൽകി ചെയ്തിട്ടുള്ള പദ്ധതികളിൽ കൂടുതലും കൃഷിയുമായി ബന്ധപ്പെട്ട പദ്ധതികളാണ്. കർഷകരുടെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് ആവശ്യമായ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുവാനായിട്ട് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾക്ക് തെങ്ങ് കർഷകര് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് തെങ്ങിന് ജൈവവളം എല്ലാ വർഷവും നമ്മൾ കൃഷിഭവൻ മുഖേന നൽകി വരുന്നുണ്ട്. അത് ഇവിടെയുള്ള കർഷകരിൽ ഏറെക്കുറെ ഒരു 80-85% ആൾക്കാര് ആ പദ്ധതിയിൽ പങ്കാളികളായി അവർ ജൈവവളം ഉപയോഗിച്ചു വരുന്നുണ്ട്. അത് കൂടാതെ നിലവിൽ നമുക്ക് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള മറ്റ് പദ്ധതികളാണ്. നമ്മൾ കഴിഞ്ഞ വർഷം കുറ്റിക്കുരുമുളക് വിതരണം ചെയ്യുകയുണ്ടായി. ഓരോ വാർഡിലും 10-60 ആൾക്കാർക്ക് 4 ചട്ടി കുറ്റിക്കുരുമുളക് വിതരണം നടത്തുകയുണ്ടായിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ വർഷത്തെ പദ്ധതിയിൽ ആൾക്കാർക്ക് ടിഷ്യൂ കൾച്ചർ വാഴ തൈ നൽകിക്കൊണ്ട് നമ്മൾ വാഴ പഴം ഉൽപ്പാദിപ്പിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട്. കൂടാതെ കർഷകർക്ക് പമ്പ് സെറ്റ് വിതരണം പഞ്ചായത്ത് പദ്ധതി ഉൾപ്പെടുത്തി നടപ്പാക്കി നമുക്ക് കവുങ്ങ് കർഷകർക്ക് വേണ്ടി കവുങ്ങ് തൈ വിതരണം നടപ്പാക്കി വരുന്നു. അതുമാത്രമല്ലാതെ നമ്മുടെ പഞ്ചായത്തിലെ ഫലവൃക്ഷങ്ങൾ വർദ്ധിപ്പിച്ചു വരുവാനായിട്ട് നമ്മൾ ഫലവൃക്ഷ തൈകൾ വിതരണം നടത്തി വരുന്നുണ്ട്. കൂടാതെ നമ്മൾ മറ്റ് അനുബന്ധ കൃഷികളുമായി ബന്ധപ്പെട്ട പച്ചക്കറി കൃഷി കാര്യങ്ങളും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ചട്ടിയും തൈയും പദ്ധതിയും നടപ്പാക്കി വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് കർഷകരെ പരമാവധി സഹായിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്തു വരുന്നത്. ഇതോടനുബന്ധിച്ച് തന്നെ പറയാനായിട്ടുള്ളത്, ഇതൊരു മലയോര മേഖലയായതുകൊണ്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ആൾക്കാരുള്ളത് കൊണ്ടും മൃഗസംരക്ഷണ മേഖലയിലും കാര്യമായ പദ്ധതികൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കവാറും മറ്റു പഞ്ചായത്തുകൾ ചെയ്യുന്ന പോലെ പാലിന് ഇൻസെന്റീവ് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷീര കർഷകർക്ക് നമ്മൾ കാലിത്തീറ്റ സബ്സിഡി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കന്നുകുട്ടികൾക്ക് മറ്റ് പോഷക സമൃദ്ധമായ ഫീഡ് കൊടുക്കാനുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായ പദ്ധതികൾ ആ ഫീൽഡിൽ നടത്തി വരുന്നുണ്ട്. കൂടാതെ നമ്മൾ കർഷകർക്ക് മുട്ടഗ്രാമം പദ്ധതി പോലെ നമുക്ക് ഓരോ വർഷവും ഒരു 10-800 ആൾക്കാർക്ക് ഭവനങ്ങൾക്ക് നമുക്ക് കോഴി കുഞ്ഞുങ്ങളെ നൽകി നമ്മുടെ മുട്ടക്ഷാമം പരിഹരിക്കുവാനായിട്ടുള്ള പദ്ധതികളും പഞ്ചായത്ത് നടപ്പാക്കി വരുന്നു. ഇതോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഫിഷറീസ് മേഖലയുമായി സഹകരിച്ചുകൊണ്ട് കൂടെയുള്ളവർക്ക് നമ്മൾ മീൻ വളർത്തുന്നതിനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു വരുന്നുണ്ട്. ഇത്രയേറെ ബന്ധപ്പെട്ട്
കൃഷിയുമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കാർഷിക മേഖലയ്ക്കും ഭക്ഷ്യ സംരക്ഷണത്തിനും പ്രത്യേകം ഊന്നൽ നൽകുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഫോറസ്റ്റ് പ്രദേശമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗ ആക്രമണങ്ങൾ നേരിടുന്നുണ്ടോ? ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടാകുന്നത്? അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് 46 കിലോമീറ്ററോളം അടുത്ത് ഫോറസ്റ്റുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഭൂപ്രദേശമാണ്. നമ്മുടെ ഫോറസ്റ്റ് കേരള ഫോറസ്റ്റ് മാത്രമല്ല, അത് കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന, പലയിടത്തും നമ്മുടെ ബൗണ്ടറി എന്ന് പറയുന്നത് കർണാടക ഫോറസ്റ്റാണ്. ഇത്രയേറെ ഫോറസ്റ്റുമായിട്ടൊരു അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്ന നിലയ്ക്ക് വന്യമൃഗങ്ങളുടെ കടന്നുകയറ്റം അല്ലെ അവരുടെ നിരവധി ആക്രമണങ്ങൾ ഇവിടെയുള്ള ഓരോരുത്തരും അനുഭവിച്ചു വരികയാണ്. അപ്പൊ നമ്മുടെ കൃഷിയിടങ്ങൾ ജനത്തിന് കൃഷി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള സാഹചര്യങ്ങളാണ് ഉള്ളത്. അത് കാട്ടുപന്നി ആയിക്കൊള്ളട്ടെ, കുരങ്ങുകളായിക്കൊള്ളട്ടെ, മയിലായിക്കൊള്ളട്ടെ, മുള്ളംപന്നി, ഇങ്ങനെയുള്ള ജീവികൾ കൃഷിയിടത്തിലേക്ക് അതിക്രമിച്ച് കയറി നമ്മുടെ വിളകൾ നശിപ്പിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. കൂടാതെ ആനയുടെ ശല്യം വളരെ വലുതായിട്ടുണ്ട്. നമ്മൾ നട്ടിരിക്കുന്ന തെങ്ങുകളടക്കമുള്ള ഉൽപ്പന്നങ്ങൾ അത് നശിപ്പിച്ച് കളയുന്നു, വാഴകൾ നശിപ്പിച്ച് കളയുന്നു. അപ്പൊ ഇത് നമ്മുടെ മലയോര മേഖലയിലെ ഒരു 7-8 വാർഡുകളിൽ ആനയുടെ അതിയായ ശല്യമുണ്ട്. ഇപ്പൊ ഏറ്റവും അടുത്ത ദിവസം, കഴിഞ്ഞ ആഴ്ച, നമ്മുടെ കച്ചേരിക്കടവ് വാർഡില് ഒരു സ്ത്രീയെ ആന ആക്രമിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവരിപ്പോ ഹോസ്പിറ്റലിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ആനയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നൊരു പ്രശ്നം വന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി ആലോചിക്കുകയും അത് നമ്മൾ ഫോറസ്റ്റ് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒപ്പം ത്രിതല പഞ്ചായത്തുകളുടെ, ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പദ്ധതിയിൽ പൈസ വകയിരുത്തിക്കൊണ്ട് നമുക്ക് സോളാർ ഫെൻസിങ്, ഹാങ്ങിങ് ഫെൻസിങ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ട്. കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു 2 കോടി രൂപ നമ്മുടെ ജില്ലയ്ക്ക് അനുവദിച്ചപ്പോൾ അതിലെ 1,75,00,000 രൂപയോളം അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തിന് ഹാങ്ങിങ് ഫെൻസിങ്ങിന് വേണ്ടി നമുക്ക് വാങ്ങിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ പദ്ധതികൾ നടന്നു വരുന്നുണ്ട്. അപ്പൊ അത്രയും പൈസ നമുക്ക് തരാനുള്ള കാരണം നമ്മുടെ അടുത്ത പഞ്ചായത്താണ് ആറളം. അവിടെ ആനമതിൽ നിർമ്മിച്ചു കഴിയുമ്പോൾ അവിടെയുള്ള ആനകളോടെ അയ്യങ്കുന്നിലേക്ക് കടന്നു കയറുന്നതിനെ തടയാൻ വേണ്ടിയാണ് ഈ പ്രകാരം ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നിലവില് പഞ്ചായത്തുകളുടെ വിഹിതവും കൃഷി വകുപ്പിന്റെ വിഹിതവും പോരാത്തതിന് നബാർഡിന്റെ വിഹിതവും ഉപയോഗിച്ച് നമ്മൾ പഞ്ചായത്തിലെ 25 കിലോമീറ്ററോളം ദൂരത്തിൽ ഫെൻസിങ് പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. അപ്പം ഇവ കാര്യങ്ങൾ വഴി നമുക്ക് ഒരു പരിധി വരെ കാട്ട് ആനയുടെ ശല്യത്തെ അതിജീവിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ പഞ്ചായത്തിലേക്ക് കടുവ, അതുപോലെ തന്നെ പുലി, ഇവയുടെ സാന്നിധ്യവും പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും കാട്ടിൽ നിന്ന് ഏറെക്കുറെ 15-20 കിലോമീറ്റർ അകലെ വരെ കഴിഞ്ഞ വർഷം കടുവ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണ് അയ്യങ്കുന്ന് എന്ന് പറയുമ്പോൾ. പക്ഷെ എങ്കിലും ഇതൊന്നും കൂസാതെ ഇവിടുത്തെ അധ്വാനിക്കുന്ന കർഷകര് അവര് മണ്ണിൽ പൊന്നു വിളയിച്ച് അവരവരുടെ ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഈ വർഷം മഴക്കാലം നേരത്തെയാണ് എത്തിയത്. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളമാണ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത്? ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്ത് എങ്ങനെയാണ് ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നത്? മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ എല്ലാ വർഷവും അത് പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നുണ്ട്. ഈ വർഷവും അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ വ്യാപാരികളെയും മറ്റ് തൊഴിലാളികളെല്ലാം വിളിച്ചുകൂട്ടി അവരുടെ ഒരു സഹകരണത്തോടു കൂടി ഓരോ ടൗണുകളും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൂടാതെ ഹരിതകർമ്മസേനക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ 2 ദിവസം ഒരു ക്ലീനിങ് ഡ്രൈവായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പൊതുവിടങ്ങളും റോഡുകളും അടക്കം ക്ലീൻ ചെയ്ത് ശുദ്ധിയും വെടുപ്പുമുള്ള
സ്ഥലമാക്കി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് എല്ലാ വിഭാഗം ആൾക്കാരുടെയും നിർലോഭമായ ഒരു സഹകരണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്ത് വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വ്യാപാരികളുടെ ജനങ്ങളുടെ എല്ലാം നല്ലൊരു സഹകരണം ഇക്കാര്യത്തിൽ ലഭിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ മഴ നേരത്തെ വന്ന ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം അയ്യങ്കുന്നിന്റെ മലമടക്കുകൾ മിക്കവാറും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന സ്ഥലമാണ്. ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് 2018 2 ആൾക്കാർ മരണമടഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ ആദിയാണ് എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല. അപ്പം ആൾക്കാരെ ഇങ്ങനെ മാറ്റിപ്പാർപ്പിക്കാനുള്ള 5ഓളം സ്ഥലങ്ങൾ നമ്മൾ കണ്ടെത്തി അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം വലിയ മഴ വരുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ അവരെ ഏറ്റവും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി കൈക്കൊണ്ടിട്ടുണ്ട്. അതിന് RRTയുടെ സേവനങ്ങളുണ്ട്, അതിനുള്ള ടീമുകളുണ്ട്. എല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് ക്രോഡീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5ലേറെ സ്ഥലങ്ങളിൽ അവർക്ക് താമസിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾ നിലവിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം ഉരുൾപൊട്ടൽ ഭീഷണി നമ്മളെ കണ്ടമാനം അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെങ്കുത്തായ സ്ഥലങ്ങളായതുകൊണ്ട് വെള്ളം അങ്ങനെ കെട്ടി നിൽക്കുന്ന സംഭവങ്ങൾ കെട്ടിക്കിടക്കലില്ല, ആൾക്കാർ ഒഴുകി പോവുക തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിക്കാനായിട്ട് ഭരണസമിതി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത്. മാലിന്യമുക്ത പഞ്ചായത്താണ്. ഹരിതകർമ്മസേന 100% യൂസർ ഫ്രീ കളക്ഷൻ പ്രഖ്യാപിച്ച ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് മാലിന്യ സംസ്കരണം പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നത്? മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ജില്ലയിലെ തന്നെ ആദ്യമായിട്ട് 100% ലക്ഷ്യം കൈവരിച്ച ഒരു പഞ്ചായത്താണ് അയ്യങ്കുന്ന്. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിച്ചു. നമുക്ക് നിലവില് 2 MCFന്റെ ബിൽഡിങ്ങുകളുണ്ട്. അവിടെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാലിന്യങ്ങൾ സൂക്ഷിക്കാനും കിട്ടുന്ന മാലിന്യങ്ങൾ നമ്മുടെ ഉദാഹരണങ്ങൾ പറ്റി അത് ക്ലീൻ കേരള കമ്പനിക്ക് നൽകാനുമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ 16 വാർഡിലും ഉള്ള, അതിൽ ഒരു വാർഡിൽ 2 പേര് വെച്ചുള്ള 32 ഹരിതകർമ്മ സേനാംഗങ്ങളാണ്. അവരുടെ സേവനം വളരെ വിലപ്പെട്ടതാണ്. അവർ വളരെ ആത്മാർത്ഥതയോടെ, അവർ വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഒരു മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന നിലയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 52 മിനി MCFകൾ നമ്മുടെ പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലുമായിട്ട് നമുക്ക് 16ഓളം ബോട്ടിൽ ബൂത്തുകളും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ പരമാവധി ഇപ്പം നേരത്തെ പോലെയല്ല വലിച്ചെറിയലെല്ലാം നിർത്തി നമ്മൾ ബോട്ടിലുകൾ അതിനകത്ത് ഇടുന്ന സ്ഥിതിവിശേഷമുണ്ട്. കൂടാതെ നമ്മൾ മാലിന്യ സംസ്കരണം നമ്മുടെ ഓരോ ദിവസങ്ങളിലും നമ്മൾ ഹരിതകർമ്മസേനാംഗങ്ങൾ വീടുകളിൽ പോയിട്ട് സേവനം നൽകുമ്പോൾ കറക്റ്റായിട്ട് അതിനുവേണ്ടി സാധനങ്ങൾ അവർ ഒരുക്കി വെച്ച് പ്ലാസ്റ്റിക് വേർതിരിച്ച് വെച്ച് അവർക്ക് കൊടുക്കാനായിട്ടുള്ള നല്ല മനസ്സ്. ഇനി എന്തെങ്കിലും കാരണത്താൽ ഒരു ദിവസം പോകാൻ പറ്റിയില്ലെങ്കിൽ അവർ വിളിച്ചിങ്ങനെ വീട്ടുകാരിങ്ങനെ വിളിച്ചിട്ട് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞത് ഹരിതകർമ്മസേനകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും ആൾക്കാരും ഇതിനോടനുബന്ധിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സഹകരണം കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എല്ലാവരും 100% അങ്ങനെ കാണിക്കുന്നൊന്നും അർത്ഥമില്ല. കുറച്ചു പേർക്ക് അതിനകത്ത് പൈസ കൊടുക്കുന്ന കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ കുര്യാച്ചൻ, ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നാണ് പാർപ്പിടം എന്ന് പറയുന്നത്. ഭവന പദ്ധതി എത്രത്തോളമാണ് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്തില് നമുക്ക് പാർപ്പിട പദ്ധതികൾ, പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ ലൈഫ് ഭവന പദ്ധതി വളരെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. 130 ആൾക്കാരാണ് ഫൈനൽ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ 88 പേർക്ക് ഭവനം നമുക്ക് പണിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന 40ഓളം ആൾക്കാർക്ക് ഈ വർഷം തന്നെ അതിന്റെ ഗ്രാന്റ് വെച്ച് ബാക്കി ചെയ്യാനായിട്ടുള്ള ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട്. അതിന് പഞ്ചായത്ത് ഫണ്ട് കൂടാതെ നമുക്ക് ഹഡ്കോയിൽ നിന്ന് ലോൺ എടുത്ത് വായ്പ എടുത്തിട്ട് ബാക്കി പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് പഞ്ചായത്തില് 162ഓളം
കുടുംബങ്ങൾക്ക് ഭവനം വാസയോഗ്യമാക്കൽ പദ്ധതി പ്രകാരം ഓരോ ലക്ഷം രൂപ കൊടുത്ത് അവരുടെ വീടുകൾ പുനരുദ്ധരിക്കാനും അതനുസരിച്ചുള്ള അവർക്ക് നല്ലൊരു മനോഹരമായൊരു അവരുടേതായ വീട് കുറച്ചുകൂടെ നല്ല രീതിയിൽ വാസയോഗ്യമാക്കാനായിട്ടുള്ള പദ്ധതികളും പഞ്ചായത്തിന് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇത് വഴി എനിക്ക് തോന്നുന്നു ഒരു വാർഡിൽ ചുരുങ്ങിയത് 10 വീടുകളോട് 10-ലേറെ വീടുകൾ ഒരു വാർഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇപ്പൊ ലൈഫ് പദ്ധതി നമ്മൾ ഭവനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ നിലവിലുള്ള വീടുകൾ വാസയോഗ്യമാക്കാനായിട്ടുള്ള ഒരു സഹായവും പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭിന്നശേഷിക്കാർക്ക് വയോജനങ്ങൾക്ക് നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. വയോജനങ്ങൾക്ക് കലാമേള അടക്കം സംഘടിപ്പിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ഭിന്നശേഷിക്കാർക്ക് വയോജനങ്ങൾക്കുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നത്? ഭിന്നശേഷിക്കാരെ വളരെ ഏറ്റവും നല്ല രീതിയിൽ അവർക്കുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കാനായിട്ട് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. അവർക്ക് നിരവധിയായ പദ്ധതികൾ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ സംഗമം നമ്മൾ നടത്തുകയും അവരുടേതായ കഴിവുകൾ വികസിപ്പിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭിന്നശേഷി സംഗമങ്ങൾ നടത്താനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. ഒപ്പം അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഭിന്നശേഷി വിഭാഗത്തിലുള്ള സഹോദരങ്ങൾക്ക് സംരംഭങ്ങൾ നടത്താനായിട്ടുള്ള പദ്ധതികൾ പഞ്ചായത്ത് നടപ്പാക്കി ഏറ്റവും നല്ല രീതിയിൽ അത് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അപ്പം കൂടാതെ ഈ വർഷവും നമ്മൾ പഞ്ചായത്തിന്റെ ഭിന്നശേഷിക്കാർക്ക് സംരംഭങ്ങൾ നടത്താൻ വേണ്ടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ അഭിമാനമുണ്ട്. കൂടാതെ നമുക്ക് ഈ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം നമുക്ക് ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഇലക്ട്രിക് സ്കൂട്ടറല്ല വീൽ ചെയർ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് വളരെ ഉപകാരപ്രദമായിരുന്നു. നമുക്കറിയാം അവരിങ്ങനെ വീട്ടിലിങ്ങനെ തളച്ചു കിടക്കുന്നതിന് പകരം അവർ ആ വീട്ടിൽ തന്നെ ഇപ്പൊ പുറത്തു പോകാൻ പറ്റാത്തവരാണെങ്കിലും അവർ ആ ഇലക്ട്രിക് വീൽ ചെയർ ഉപയോഗിച്ച് അവരുടെ വീട്ടിലും അവരുടെ പരിസരത്തിലും ഒക്കെ അവർക്ക് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല ഒരു റിസൾട്ടാണ് അതിനുണ്ടായിട്ടുള്ള. ആൾക്കാരത് കിട്ടിയിട്ടുള്ളവര് വളരെ നല്ല രീതിയിൽ അത് നന്നായിരുന്നു, ഇനിയുള്ള വർഷങ്ങളിൽ നടത്തണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. കൂടാതെ നമ്മൾ ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനങ്ങൾ നൽകി അവർക്ക് യാത്ര ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പം മുഖ്യധാരയിലേക്ക് അവരുടെ കൂടെ നമ്മളുണ്ട്, നിങ്ങളെ മാറ്റി നിർത്തേണ്ടവരല്ല, ഞങ്ങളെല്ലാം നിങ്ങളോട് കൂടെ ഉണ്ട് എന്നൊരു സന്ദേശം നൽകാനായിട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പ്രദേശമാണോ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത്? മൺസൂൺ ടൂറിസത്തിനടക്കം അനന്ത സാധ്യതയുള്ള ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. അയ്യങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ശരിക്ക് 5 മലകളുടെ സംഗമ ഭൂമിയാണ് എന്ന് പറയാം. തീർച്ചയായും മലയോര മേഖലയാണ്. നല്ല നയനാനന്ദകരമായ നല്ല കാഴ്ചകൾ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മലയോര മേഖലയിലേക്ക് ചെല്ലുമ്പോഴും നല്ല കൊടും വേനലിൽ പോലും നല്ല ഊട്ടിയിലെ കാലാവസ്ഥ പോലെയുള്ള സ്ഥലങ്ങളും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പഞ്ചായത്തിന്റെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇതിനൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പൂർണ്ണമായിട്ടും നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും പഞ്ചായത്ത് ഭരണസമിതി അത്തരത്തിലുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ ഇപ്പോൾ മൺസൂൺ കാലത്താണ് ഏറ്റവും നല്ല കാഴ്ചകളുള്ളത്. മൺസൂൺ ടൂറിസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് പഞ്ചായത്തിലുള്ളത്. നമ്മുടെ പഞ്ചായത്തിലെ എടപ്പള്ളിയിലെ സൂചിമുഖി വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ നമ്മുടെ പാലത്തങ്ങൾ കച്ചേരിക്കടവിലെ ബാരാപ്പോൾ ജലപദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി പ്രദേശങ്ങൾ, പിന്നെ നമ്മുടെ രണ്ടാംകടവ് വാർഡില് കടുത്തിട്ടംപാറയുള്ള അച്ഛനൊളിച്ചുപാറ എന്ന് പറയുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഒരുപ്പങ്കുരിയില് തേങ്കര, ഇങ്ങനെയുള്ള കുറേയേറെ സ്ഥലങ്ങൾ നമുക്ക് പ്രത്യേകിച്ച് നല്ല ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സെന്ററുകളാണ്. പക്ഷെ ഇവിടെയൊക്കെ നമുക്ക് പഞ്ചായത്ത് അവിടെയെല്ലാം നമ്മുടേതായ റോഡുകളൊക്കെ കണക്ടിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന സ്ഥലങ്ങൾ മിക്കവാറും ആൾക്കാരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ സ്ഥലത്തിൽപ്പെട്ടതാണ്. അവരോട് സംസാരിക്കുകയും അവർ ആ സ്ഥലങ്ങൾ വിട്ടുതരാനായിട്ട് തയ്യാറാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ഒരു സൗകര്യങ്ങൾ അവിടെ ഏർപ്പാടാക്കി വരും വർഷങ്ങളിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് പഞ്ചായത്തിനെ മാറ്റാനായിട്ട് ഭരണസമിതി പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഗ്രാമീണ റോഡുകൾ, വഴിവിളക്ക് സംവിധാനങ്ങളൊക്കെ എത്രത്തോളമാണ് നവീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്? നമുക്ക് അയ്യങ്കുന്ന് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖല ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരിയേറെ ഗ്രാമീണ റോഡുകൾ നിലവിലുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ച് വളരെ ഫലപ്രദമായ രീതിയിൽ നമ്മുടെ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ ഏറെക്കുറെ 80-85% റോഡുകൾ
വളരെ നല്ല രീതിയിൽ നല്ല നിലവാരത്തിൽ ഉള്ളതാണ്. ബാക്കിയുള്ള റോഡുകൾ ചെയ്യാൻ വേണ്ടിയുള്ള പദ്ധതികൾ വെച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ കൂടെ മലയോര ഹൈവേയും അതുപോലെ തന്നെ KSTP റോഡ്, ഒരു റീബിൽഡ് പറ്റിയ റോഡും കടന്നു പോകുന്നതുകൊണ്ട് പഞ്ചായത്തിന്റെ ഹൃദയഭൂമിയിൽ കൂടെ പ്രധാന സ്ഥലങ്ങളെല്ലാം നല്ല മെക്കാഡൻ ടാറിംഗ് ഉള്ള റോഡുകളുണ്ട്. അപ്പം ബാക്കിയുള്ള നമ്മുടെ ഗ്രാമീണ റോഡുകളിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ ഓരോ വാർഡിലെയും റോഡുകൾ നമുക്ക് പരിപാലിക്കാനും അതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ജനങ്ങൾക്ക് ആവശ്യമായ യാത്ര ചെയ്യാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ നമുക്ക് തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലെ മലയോര മേഖലയിലടക്കം പല സ്ഥലങ്ങളിലും നമുക്ക് ടാറിങ്ങിന് മെഷീൻ പോലും കയറി പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ തൊഴിലുറപ്പ് മേഖലയിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒത്തിരിയേറെ നമ്മുടെ റോഡുകൾ, ഇനി പുതിയ റോഡുകളെല്ലാം ഉണ്ട്. അതിലാണ് ടാറിങ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളതുണ്ട്. എന്തായാലും നമുക്കിവിടെ യാത്രയ്ക്ക് അങ്ങനെയുള്ള വലിയൊരു പ്രശ്നങ്ങളില്ല. അത് പഞ്ചായത്ത് ഭരണസമിതി നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ്, അതുപോലെ തന്നെ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്താണ്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇനിയുള്ള ഭാവി വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് നല്ലൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഒരു മിനി ജലസേചന പദ്ധതിയാണ് ബാരാപ്പോൾ. ബാരാപ്പോളിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KSEBയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയ്യൻകുന്ന് പഞ്ചായത്തിലെ 6-7 സ്ഥലങ്ങളിൽ ചെറിയ ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കാൻ വേണ്ടി പറ്റുന്ന, നടപ്പാക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ട്. അപ്പൊ അത് പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ പ്രാവശ്യം അത് പോയി കാണുകയും അതിനുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകാനുള്ള നടപടികൾ ആരംഭിച്ചു. അപ്പൊ ഇതനുസരിച്ച് നമുക്ക് വലിയ വാൾട്ടുകളൊന്നുമല്ല, 2 വാൾട്ട് അല്ലെങ്കിൽ 3 വാൾട്ടൊക്കെ കിട്ടുന്ന പദ്ധതികളാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് നിലവില് ഈ മൺസൂൺ കാലത്തുള്ള ഈ നമ്മുടെ വർഷകാലത്തുള്ള ജലം, കുത്തിയൊഴുകുന്ന ജലത്തെ അതിനെ നമുക്ക് തടഞ്ഞു നിർത്തി കറണ്ട് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. അതുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പഞ്ചായത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസത്തിന് വളരെ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് ഒരു ടൂറിസത്തിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാനായിട്ട് ഉള്ള ചിന്തകളുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പിന്നെ ജനങ്ങളുടെ ഇടന്ന് അവരുടെ സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലും പഞ്ചായത്ത് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഈ പഞ്ചായത്തിലെ കർഷകർക്ക്, ഞാൻ പറഞ്ഞില്ല ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഒരു കാർഷിക സംസ്കൃതി പേർന്നാണ്, കർഷകരാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഇവിടെ റബ്ബർ നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ തെങ്ങുണ്ട്, കുരുമുളക്, അതുപോലെ കശുമാവ്, ഇതെല്ലാം ഇവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇവർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാനും അവരുടെ വരുമാനം ഇരട്ടിയാക്കുവാനുമുള്ള പദ്ധതികൾ പഞ്ചായത്ത് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇത്തരത്തിൽ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇവിടെയുള്ള വനിതകൾക്ക് വേണ്ടി നമ്മുടെ അയ്യൻകുന്ന് പഞ്ചായത്തിൽ ഇവിടെ അങ്ങാടിക്കടയിലുള്ള ഡോൺ ബോസ്കോ കോളേജുമായി സഹകരിച്ചുകൊണ്ട് വനിതകൾക്ക് വേണ്ടി നമ്മൾ കൂൺ കൃഷിക്ക് പരിശീലനം നൽകുകയും 80ഓളം വനിതകൾ കൂൺ കൃഷിയുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവർക്ക് ഈ വർഷത്തെ പഞ്ചായത്തിന്റെ ഇതനുസരിച്ച് മാർഗരേഖയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്യാനായിട്ടും പഞ്ചായത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ആ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തയിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഉള്ളത്. അപ്പൊ ഇതുവഴി നമുക്ക് കർഷകർക്ക് അവരുടെ വരുമാനം കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുവാനും നല്ല രീതിയിൽ അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിവിടെ പ്ലാവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, കശുമാവിന് ഏറെക്കുറെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് അയ്യൻകുന്ന് എന്ന് പറയുന്നത്. ഇവിടെയുള്ള കശുവണ്ടി സംസ്കരിക്കുവാനും അല്ലെ അതനുസരിച്ചുള്ള കശുമാങ്ങ സംസ്കരിച്ച് മറ്റു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാനൊക്കെയുള്ള ചിന്തകളുണ്ട്. പോരാത്തതിന് നമ്മുടെ ഇവിടെ മലകളിലൊക്കെ നല്ല രീതിയിൽ ഈ
കുറ്റ്യാറ്റൂർ മാങ്ങ തൈകൾക്ക് മാങ്ങ ഇഷ്ടം പോലെ ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പം മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതുപോലെ പഴം ഉപയോഗിച്ചിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരിയേറെ സ്വപ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് കിട്ടുന്ന ഇപ്പൊ ഫണ്ടുകൾ കുറവാണെന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമാണ്. ഞാൻ പറയുമ്പോൾ 123 ചതുരശ്ര കിലോമീറ്റർ ആണ് അയ്യങ്കുന്ന് പഞ്ചായത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് കുറേയേറെ സ്ഥലങ്ങളുണ്ട്, പക്ഷെ ആൾക്കാർ കുറവാണ്. 22,000 മേലെയാണ് നമ്മുടെ ജനസംഖ്യ എന്ന് പറയുക. അപ്പോൾ ഇത്രയും വിസ്തൃതമായിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ടും നമുക്ക് കിട്ടുന്ന നമ്മുടെ തനത് വരുമാനം വളരെ കുറവാണ്. മറ്റു സ്ഥാപനങ്ങളൊന്നും തന്നെ ഇല്ലാതെ തീർച്ചയായിട്ടും നിരവധി വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് വെക്കുന്നത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കുരിയാച്ചൻ പങ്കുവച്ചത്. നന്ദി ശ്രീ കുരിയാച്ചൻ.